हाँ 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 കപ്പി പിടിക്കോടെ ഓ ജൽ ജായേഗാ ഭയ്യ കയ്യിലൊക്കെ ഫുൾ ഐസായി മീറ്റർ കണ്ടോ നിങ്ങൾ -1 ഡിഗ്രി സെൽഷ്യസ് എൻ്റെ വൈസർ കണ്ടോ വൈസർ നിറച്ച ഐസാണ് ഇവരില്ലായിരുന്നെങ്കിൽ പെട്ടുപോയേനെ അവൻ്റെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല അത് ഓക്കെ ഓക്കെ ഇതൊക്കെ ബ്ലാക്ക് ഐസ് ഉണ്ട് ഞാനിപ്പോൾ കൗശികിൻ്റെ ടെയിൽ ലൈറ്റ് നോക്കിയാ പോകുന്നത് അതും കാണുന്നില്ല പോയി അതും പോയി എടാ ഇതിനെക്കാട്ടി നല്ല വ്യൂ ഇനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല Good morning everyone, hope you're doing absolutely fine. Welcome back to the next episode of the Tawang series. നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു രാവിലെ 6:30 തന്നെ പോയി പാസ് കിട്ടി കേട്ടോ. ഫൈനലി വി ഗോട്ട് അവർ പാസ് ടു ബുംല. ഇന്നലെ നമ്മൾ പരിചയപ്പെട്ടില്ല ഒരു തമിഴ്നാട്ടിൽ നിന്നൊരു പയ്യനെ കൗശിക് എന്ന് പറഞ്ഞിട്ട് അവനും കൂടെ വരുന്നുണ്ട് ബുംല പാസിലേക്ക്. അപ്പോൾ അവനെ ഇന്ന് രാവിലെ പാസ് എടുക്കാൻ നേരത്ത് കണ്ടായിരുന്നു. അപ്പോൾ അവനും ഉണ്ട് നമ്മളോടൊപ്പം. അപ്പോൾ ഒരു കോമൺ മീറ്റിംഗ് പോയിന്റ് പറഞ്ഞു, അവിടെ നിന്ന് പുറപ്പെടാൻ പ്ലാൻ. വണ്ടി വാമപ്പ് ആവുന്നു. ദ ടെമ്പറേച്ചർ ഹിയർ ഇൻ തവാങ് ഇസ് അറൗണ്ട് 8 degrees Celsius ആസ് പെർ ഹിമാലയൻസ് കൺസോൾ. സോ ഷുഡ് ബി അറൗണ്ട് 5 to 6 degree. ഇത് നോക്കണ്ട, ഗ്ലൗസ് ഞാൻ ഇനി ഇടും. അവനെ കാണുമ്പം പിന്നെയും ഇറങ്ങേണ്ടി വരുമല്ലോ, അപ്പോൾ ഗ്ലൗസ് വരേണ്ടി വരുമെന്ന് വെച്ചിട്ട് ഇപ്പോൾ ഗ്ലൗസ് ഇടാനെയാ. ഗ്ലൗസ് ഉടനെ ഇടും. അപ്പോൾ ലെറ്റ്സ് ഗോ. ഹൈ മാൻ. വെൽക്കം ടു മൈ ചാനൽ. I am only a budding YouTuber. I am not that much of a hi-fi YouTuber. Only 60 subscribers. Wow, so nice. I have told about you that you are from Tamil Nadu. You are Kaushik. You can speak in Tamil if you want to. We are on our way to Bumla. 33 kilometers ആണ് ഇവിടുന്ന് ബുംല ഉള്ളത്. And Kaushik is kind of lagging a little bit. അവൻ്റെ വണ്ടി കാർബറേറ്റർ യൂണിക്കോണാണ്. അപ്പോൾ എപ്പോൾ എവിടെ പോയാലും ഒപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, വണ്ടി പെട്ടെന്ന് കോൾഡാവും. പിന്നെ കോൾഡ് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ വണ്ടിയും കോൾഡ് സ്റ്റാർട്ട് ചെയ്യണം, പക്ഷേ ഫ്യൂൽ ഇഞ്ചക്റ്റഡ് ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് സ്റ്റാർട്ടാവും. അത് കാർബറേറ്റർ ആയതുകൊണ്ട് ചോക്കൊക്കെ വലിച്ച് നല്ല പാടാണ്. പക്ഷെ മച്ചാനെ സമ്മതിക്കണം കേട്ടോ. ഹി കെയിം ഓൾ ദ വേ ഫ്രം നാഗാലാൻഡ് in that unicorn with just a backpack and a puffer jacket and a pair of jeans. സമ്മതിക്കണം. ബേസിക് ഗ്ലൗസ് ആണുള്ളത്, വിൻ്റർ ഗ്ലൗസ് ഒന്നുമില്ല. സെലാ പാസ് വഴിയാണ് പുള്ളി വന്നത്. പുള്ളിക്ക് മുകളിൽ ചെന്നപ്പം വേറെ സിക്നസ് ഒന്നും ഉണ്ടായില്ല എന്നാണ് പറഞ്ഞത്. തലയിറക്കം ഒന്നും ഉണ്ടായില്ല, എൻജോയ് ചെയ്താണ് വന്നത്. നാഗാലാൻഡിൽ നിന്ന് തിരാങ് വന്നു, തിരാങ്ങിൽ നിന്ന് പിറ്റേന്ന് ഇവിടേക്ക് വന്നു, തവാങ്ങിലേക്ക് വന്നു. ഈ ഹെൽമെറ്റിൻ്റെ വൈസർ പുള്ളിക്കൊന്ന് സെറ്റാക്കണം, അത് പൊട്ടിപ്പോയി. ഇപ്പോൾ വൈസർ ഇല്ലാതെയാണ് വണ്ടി ഓടിക്കുന്നത്. ഗൈസ് വഴിയെല്ലാം കോട കൊണ്ട് മൂടി ഗൈസ്, ഒരു വക കാണാൻ പറ്റുന്നില്ല. ഈ താറിൻ്റെയൊക്കെ ഡബിൾ ഇൻഡിക്കേറ്റർ വെച്ചാണ് കണ്ടു പോകുന്നത്. കൗശിക് മച്ചാനെ കാണുന്നില്ലല്ലോ. അതാ പോകുന്നു. ഇനിയും നമുക്ക് 10-23 കിലോമീറ്റർ പോകാനുണ്ട്. I am worried about you, man. You are only wearing a jeans and you are not having a glass visor. But that could be managed. Only my wrist. Hands are the first touch points. I never expected this though. Even my mouth are freezing. That's what I told you yesterday. It is going to be very cold. It is going to be, I think, -degree for sure because it is raining. മച്ചാനും അതിയായെന്ന് തോന്നുന്നു. എന്തായാലും ഫുള്ള് കോടയാണ് ഗൈസ്, ഒരു വക കാണാൻ പറ്റുന്നില്ല. $13,000 feet. Yeah, you are there in the frame. Finally we have reached 13,000 feet guys. പറയുന്നൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? മൈക്കില്ല കേട്ടോ. മൈക്ക് വാട്ടർ പ്രൂഫ് അല്ലാത്തതുകൊണ്ട് ഹെൽമെറ്റിൻ്റെ അകത്തൂടെ വെള്ളം ഇറങ്ങുന്നുണ്ട്. ഈ വൈസർ പൊക്കി വെച്ചേക്കുന്നതുകൊണ്ട് വൈസർ താത്ത് വെച്ചാൽ ഫോഗപ്പാവും, അതുകൊണ്ടൊന്നും കാണാൻ പറ്റത്തില്ല. പിൻലോക്കില്ല. Are you okay? Okay. Car. Boom la. പാസ് കാണിക്കാനാണെന്ന് തോന്നുന്നു.
ഏകദേശം 22 കിലോമീറ്റർ കവർ ചെയ്യുമ്പോഴത്തേക്കും ചെക്ക് പോസ്റ്റ് പാസ് കാണിക്കാൻ. ഇനി നമുക്കൊരു 11 കിലോമീറ്ററും കൂടെ ഉള്ളൂ. തണുത്തിട്ട് പാടില്ല, 3 ഡിഗ്രി ആയി. വൈസർ ഫുൾ ഐസായി ഗൈസ്, കയ്യിലൊക്കെ ഫുൾ ഐസായി. ഗുഡ് തോട്ട്. അവിടെ വെക്കാൻ പറ്റുള്ളൂ, കാരണം ചരിവുള്ളതുകൊണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മറിയല്ല. നമ്മുടെ കൈ തീ കൊണ്ടിടാം. നമസ്തേ. തമിഴ്നാടു. കേരള. Are you feeling better? Yeah. I am feeling way better. കൈ കനലിലിട്ടോണ്ടിരിക്കുകയാണ് ഗൈസ്. എന്റെ വൈസർ കണ്ടോ? വൈസർ നിറച്ച ഐസാണ്. ഐസാണ് ഫുള്ള്. വൈസർ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, പിൻലോക്ക് ഉണ്ടായിട്ടും കാര്യമില്ല, ഐസ് കൊണ്ട് മൂടും. ഇവരില്ലായിരുന്നെങ്കിൽ പെട്ടുപോയേനെ. കൗശിക് is drinking pure water. नाम बोलिए. दर्शन. आपका? ठीक है मैडम. ദർശൻ ആൻഡ് ശാന്തിഗുരു. ഒരാൾ കർണാടകയിൽ നിന്ന്, ഒരാൾ ബീഹാറിൽ നിന്ന്. കോളേജിൽ ഒരുമിച്ചാണ് പഠിച്ചത്. ഇവൻ വരുന്നില്ല എന്ന് തോന്നുന്നു, ഇവനെ അവർ ഇഷ്ടപ്പെട്ടു. കൗശിക്, യു ആർ നോട്ട് കമ്മിങ്. യു സ്റ്റേ ദേർ, ഐ എം ഗോയിങ്. സ്മൈൽ സ്മൈൽ. Yes, thank you from Tamil Nadu. थैंक यू जी, बहुत धन्यवाद. आप लोग नहीं हो तो बहुत मुश्किल होता है. किसकी चाहिए सर ना, आराम से चाहिए कि आइए. ठीक है ठीक है. आप लोग अभी वापस जा रहे हैं क्या? नहीं, हम लोग 2 बजे तक चाहिए, 2:30. हाँ हाँ हाँ. Helmet दी. आप लोग सिक्की थोड़ा चाहिए. कपटी पिടിക്കോളെ. वो जल जाएगा भैया. केयरफुल केयरफुल. മീറ്റർ ഉണ്ടോ നിങ്ങൾ? -1 ഡിഗ്രി സെൽഷ്യസ്. ആണ് 15,080 feet. We have another 200 feet to go. I think it's 15,200 something. Another 120 to go. Guys, ഐസ് അടിക്കുന്നുണ്ട് കേട്ടോ. ഐസ് മഴ പെയ്യുന്നുണ്ട്, കണ്ണിലൊക്കെ ഐസ് അടിക്കുന്നുണ്ട്. ഒരു വക കാണുന്നില്ല. ഞാനിപ്പോൾ കൗശികിൻ്റെ ടെയിൽ ലൈറ്റ് നോക്കിയാൽ പോകുന്നത്, അതും കാണുന്നില്ല, പോയി, അതും പോയി. ഓ ഞാൻ കണ്ണിലടിക്കുന്നുണ്ട് ഐസ്. Extreme man, extreme. ഇനി 4 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഐസ് ഇങ്ങനെ കണ്ടിന്യൂസ് കണ്ണിൽ അടിച്ചോണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. വൈസർ താക്കാൻ പറ്റൂല, വൈസർ ഫുൾ ഐസായിട്ട് കവേർഡാണ്. हाँ बहुत ठंड है. കയ്യൊക്കെ വീണ്ടും ഐസായി. वॉरियर कैफे. उसको हिंदी नहीं आता, थोड़ा मुश्किल है. English yes. Oh, very some thing for. Yeah, I was not aware by us. मैं तो जैकेट के ऊपर जैकेट पहना है. Welcome to Tom. Sir, your good name, sir? Stephen. Stephen. Where are you from, sir? Kerala. Kerala. Okay, how was it, Tom? It is very good, sir. Are you running this cafe? No. It's a army cafe. Okay. We did not expect this climate. Today weather is so bad. Yesterday weather was so good and clear. It was sunny. It was sunny, but today weather is so cloudy. That's why.
ചോക്ക് ഇസ് ഓൺ റൈറ്റ്. Yeah. Come on. അവൻ്റെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. സ്നോഫോൾ ഉണ്ടോ നിങ്ങൾ? ഒരിക്കലൊക്കെ ഐസായി. ടെമ്പറേച്ചർ ഇസ് -1 ബ്രോ. -1. ഗ്ലൗസ് എടുത്ത് അകത്ത് വെച്ചു. വെറുതെ വെളിക്കിടന്ന് നനയുണ്ടല്ലോ. സമ്മർ ഗ്ലൗവാ. ഇതിനെന്താ കാണിക്കുന്നത്? നമുക്ക് വണ്ടി എടുക്കാം. സ്റ്റാർട്ടായാൽ മതി. അമ്മേ ചവിട്ടി കയറാം. ഫുൾ സ്റ്റാർട്ടാണ്. കണ്ടോ, RPM റൈസ് ആയത് കണ്ടോ, 2000. സീറ്റ് ഫുൾ ഐസായിരുന്നു കേട്ടോ. ചന്തി നല്ല തണുപ്പ്. കൂൾഡ് സീറ്റ്സ് ആണെന്ന് തോന്നുന്നു. माधुरी लेक से आए हैं क्या? माधुरी लेक नहीं गया मैं, सीधा इधर आया. इधर ही है. सीधा- पुलिस है ना? हाँ आपके साथ और एक था. हाँ, वो बंदा आ रहा है उधर, आ यू रहा टर्न है? मार. इधर तक ही है गाड़ी अलाउड. हाँ. हाँ हाँ इधर से जाना, पैदल जाना. ओके ओके. साथ में जाएंगे. साथ में जाएंगे. ഒരു 1.5 കിലോമീറ്റർ മുകളിലോട്ട് സഞ്ചരിച്ചേ ഉള്ളൂ. അപ്പോഴത്തേക്കും കയ്യിൽ ഐസ് കണ്ടു. ഇവിടെ കുറേ ബൈക്കേഴ്സിനെ പരിചയപ്പെട്ടു. ഇവിടെ ഒന്നും ആരും വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവരുടെ കൂടെ പോകാമെന്ന് വിചാരിച്ചു. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് പോലെ ഉണ്ട്. അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ബൈ ഫുട്ട് പോകേണ്ടി വരും. നമ്മളകത്ത് കയറിയിട്ട് വന്നു. അകത്ത് വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും പ്രൊഹിബിറ്റഡ് ആണ്. അപ്പോൾ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ സത്യം പറഞ്ഞാൽ നമ്മളെ ചൈനീസ് ബോർഡർ വരെ കൊണ്ടുപോയി. ചൈനീസ് പട്ടാളക്കാരെ കാണാൻ പറ്റിയില്ല. അവിടെ ഫുള്ള് കോടയായിരുന്നു അപ്പുറത്തെ സൈഡ്. അവർക്ക് ഇങ്ങോട്ടും നമുക്ക് അങ്ങോട്ടും കാണാൻ പറ്റിയില്ല. പിന്നെ പുള്ളിക്കാരൻ കഥകളൊക്കെ പറഞ്ഞു തന്നു. നമ്മുടെ ജോഗേന്ദർ സിംഗിൻ്റെ വാർ മെമ്മോറിയൽ കുറച്ചപ്പുറത്ത് ആ കോട കാരണം കാണാൻ പറ്റാഞ്ഞതാ. പുള്ളി 20 സോൾജേഴ്സിനെ വെച്ചിട്ട് ഫൈറ്റ് ചെയ്തു ഈ ഏരിയയൊക്കെ ചൈനീസിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സീനോ ഇന്ത്യൻ വാറിൽ. അതുപോലെ തന്നെ ജസ്വന്ത് സിംഗിൻ്റെ, നേരത്തെ നമ്മൾ സെലയിൽ കണ്ടില്ലേ, ജസ്വന്ത് സിംഗിൻ്റെ കഥയും പറഞ്ഞു തന്നു. പുള്ളി സോളോ ആയിരുന്നു. ചൈനീസുകാർ ജസ്വന്ത് സിംഗ് സോളോ ആണെന്ന് അറിഞ്ഞപ്പം വളഞ്ഞിട്ട് ആക്രമിച്ചു. പുള്ളി മരണപ്പെടുകയും ചെയ്തു. ജസ്വന്ത് സിംഗിന് ഫുഡ് കൊണ്ടെത്തിച്ച 2 ഗേൾസാണ് സെലയും നൂറയും. അതുകൊണ്ട് ആ സെലായ്ക്ക് സെല പാസിന് സെല എന്ന പേരും വന്നു. അതിൻ്റെ അടുത്തുള്ള വാട്ടർഫോളിന് നൂറനങ് വാട്ടർഫോൾ എന്നും പേര് വന്നു. അതാണ് കഥ. എന്തായാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയി. ഇപ്പോഴും നല്ല ബ്രെത്ത്ലെസ്നെസ് ഉണ്ട്. കൗശിക് അവിടെ വണ്ടി ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. നമ്മളിവിടെ വന്നപ്പോൾ കുറേ ഹിന്ദിക്കാരുണ്ടായിരുന്നു. ഗുവാഹട്ടിക്കാരാ, അവരും ഉണ്ടായിരുന്നു കൂട്ടിന്. വീഡിയോഗ്രാഫി പ്രൊഹിബിറ്റഡ് അങ്ങോട്ട്, അതുകൊണ്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. എനിവേ ഇറ്റ് വാസ് ആൻ ഓസം എക്സ്പീരിയൻസ്. അപ്പോൾ നമുക്കിനി പോവാം. ഒരു 100 മീറ്റർ അപ്പുറത്ത് പോയാൽ ചൈനീസ് ടെറിട്ടറിയാണ്. ബൊംദില സൈഡ് വരെ അവർ പിടിച്ചെടുക്കാൻ നോക്കിയതാണെന്നാണ് അവർ പറഞ്ഞത്. ദേ വെർ ഏബിൾ ടു റീറ്റെയിൻ ഇറ്റ് ടിൽ ഹിയർ. ഹാറ്റ്സ് ഓഫ് മാൻ. ഇതിൻ്റെ അകത്ത് വേറെ ഒരു കഫേ ഉണ്ട്. അവിടെ ചായയും കാപ്പി മാഗി എല്ലാം കിട്ടും. അവിടെ കിട്ടുന്ന പോലെ തന്നെ, താഴെ നമുക്ക് കിട്ടിയ പോലെ തന്നെ. അപ്പോൾ പോവാം. ഇപ്പോൾ കുറച്ച് ക്ലിയർ ആയെന്ന് തോന്നുന്നു കേട്ടോ. മഴയൊക്കെ മാറി, സ്നോഫോളൊക്കെ മാറി, കുറച്ചുകൂടെ ക്ലിയറായി. ചുറ്റിലുള്ളതൊക്കെ ഇപ്പോൾ കാണാൻ പറ്റും നല്ലോണം. ഓ മാൻ, ബ്യൂട്ടിഫുൾ. ഇത്രയും നല്ലൊരു ലാൻഡ്സ്കേപ്പ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. നിങ്ങൾക്ക് എവിടെയും വേറെ രാജ്യങ്ങളിൽ പോകേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. മഞ്ഞിന് മഞ്ഞ്, മഴയ്ക്ക് മഴ, വെയിലിന് വെയിൽ, കാടിന് കാട്, മരുഭൂമിക്ക് മരുഭൂമി, എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. വി ആർ റിച്ച് ഇൻ ഡൈവേഴ്സിറ്റി ആൻഡ് വി ഷുഡ് ബി പ്രൗഡ് ഓഫ് ദാറ്റ്. ഈ വഴിയൊക്കെയാണ് കയറി വന്നത് കേട്ടോ. ഇപ്പോൾ എല്ലാം ക്ലിയറായിട്ട് കാണാം. നേരത്തെ ഒന്നും കാണത്തില്ലായിരുന്നു. മഞ്ഞാണെങ്കിൽ നേരെ കണ്ണിലടിക്കുമായിരുന്നു. കണ്ണട ഞാൻ വെച്ചിട്ടും ഇല്ലായിരുന്നു. കണ്ണട വെച്ചിട്ട് കാര്യമില്ലല്ലോ, ഒരു വക കാണത്തില്ലായിരുന്നു. കണ്ണടയിൽ ഫുള്ള് മഞ്ഞടിച്ചു. കണ്ണട എടുത്ത് അകത്ത് വെച്ച്. അതാ കൗശിക്. ലൈറ്റിട്ട് പോകുന്നതാണ് കൗശിക്. അങ്ങനെ ആട്ടോ നമ്മൾ കയറി വന്നേ. ഇതാ കൗശിക് അതാ പോകുന്നുണ്ടോ. ബുംല 2 കിലോമീറ്റേഴ്സ്.
ഇത് കണ്ടോ, ഇതാണ് ഞാൻ കാണുന്നത്. വൈസർ തുറന്ന് വെച്ച് ഓടിച്ചു കഴിഞ്ഞാൽ ഇതാ അവസ്ഥ. വൈസർ അടയ്ക്കാനും പറ്റില്ല, ഫോക്കപ്പാവും. അപ്പോൾ നിങ്ങൾ ചോദിക്കും പിൻലോക്ക് വെച്ചുകൂടെയെന്ന്. പിൻലോക്ക് വെച്ച് കഴിഞ്ഞാലും കാര്യമില്ല, ഐസ് കൊണ്ടാണ് വൈസർ മൂടി വരുന്നത്. അപ്പോൾ നമുക്കിത് ഇല്ലാണ്ട് യാത്ര ചെയ്യേണ്ടി വരും. പീപ്പിൾ വിത്ത് സൈറ്റ് ഇഷ്യൂസ് ബെറ്റർ കം വിത്ത് കോൺടാക്ട് ലെൻസസ്. കോൺടാക്ട് ലെൻസ് ഇങ്ങനെ തുറന്ന് വെച്ച് പോകാമോ എന്നെനിക്കറിയില്ല. അത് പറ്റുമെങ്കിൽ അതിൽ വരുന്നതായിരിക്കും നല്ലത്. ഇനി പിൻലോക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി പറയാം. പിൻലോക്ക് എന്ന് പറയുന്ന ഒരു ആൻറ്റി ഫോഗ് ഇൻസെർട്ടാണ്, ഒരു ആൻറ്റി ഫോഗ് ഫിലിമാണ്. അത് നമ്മുടെ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ്സിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് അടയ്ക്കുമ്പോൾ നമ്മൾ ശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഫോഗപ്പ് തടയാൻ വേണ്ടിയിട്ട് ആ ഫിലിം ഒട്ടിച്ച് കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇങ്ങനത്തെ ഒരു പ്ലേസിൽ സ്നോഫോളൊക്കെ ഉള്ളപ്പോൾ വൈസറിൽ എന്താ പറയുക, ഐസായിരിക്കും വരിക. അപ്പോൾ പിൻലോക്ക് ജസ്റ്റ് ഫോഗല്ലേ തടയുള്ളൂ. ഐസും കൂടെ വന്നു കഴിഞ്ഞാൽ ദർ ഇസ് നോ യൂസ്, തുറന്ന് വെച്ച് തന്നെ ഓടിക്കണം. അപ്പോൾ സൈറ്റ് ഇഷ്യൂസ്, കണ്ണാടി വെച്ച് ഓടിക്കുന്നവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം കണ്ണാടിയിൽ പിന്നെ വൈസർ വെച്ച് തുറന്ന് ഓടിക്കുമ്പോൾ ഫുൾ ഐസും വെള്ളമായിരിക്കും അതിൻ്റെ പുറത്ത്. We are back in തവാങ്. തവാങ്ങിലേക്ക് ഇനി 3 കിലോമീറ്റർ കൂടെ ഉള്ളൂ. തവാങ്ങിൽ നിന്ന് സ്റ്റേ ചെയ്യുമോ ഇല്ലയോ എന്നറിയില്ല. ജങ്ങ് പിടിക്കാനാണ് പ്ലാൻ. തവാങ്ങിൽ നിന്ന് ജങ്ങ് പോകാനാണ് പ്ലാൻ. തവാങ്ങിൽ നല്ലൊരു ലക്ഷറി സ്റ്റേ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പ്രിഫർ ചെയ്യാം കേട്ടോ. ഇവിടെ വിവാന്ത എന്ന് പറഞ്ഞൊരു ഹോട്ടലൊക്കെ ഉണ്ട്. ഇതൊക്കെ ലക്ഷറി സ്റ്റേ ആണ്. അത് ഓപ്റ്റ് ചെയ്യേണ്ടവർക്ക് ഓപ്റ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും തവാങ്ങിനോട് ടാറ്റ ബൈ ബൈ. ജങ്ങിൽ ചെന്നിട്ട് കാണാം.